എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 3 പൈലുകളാണ്. മലയാളത്തിലെ 3 അക്ഷരങ്ങളടങ്ങിയ പൈലുകളാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം നിങ്ങളെ ആകർഷിച്ച പൈലുകൾ തിരഞ്ഞെടുക്കുക. ആദ്യം നിങ്ങളെ ആകർഷിക്കുന്ന ഒരു പൈൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്ത പൈൽ മലയാളത്തിലെ സ എന്ന അക്ഷരമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗാണ് ആദ്യം പറയുന്നത്. ആ വ്യക്തിയുമായിട്ടുള്ള പ്രണയത്തിൽ നിങ്ങൾ വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയം ആരംഭിച്ചത് ശൂന്യതയിൽ നിന്ന് മാത്രമാണ്. അതായത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കണമെന്ന് മുൻകൂട്ടി ഒരിക്കലും മനസ്സിൽ കണ്ടിട്ടില്ല, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. സ്വാഭാവികമായും യാദൃശ്ചികമായി മാത്രമായി നിങ്ങൾ കണ്ടുമുട്ടുകയും അങ്ങനെ കണ്ടുമുട്ടലിലൂടെ നിങ്ങൾ പ്രണയിക്കുകയും ഇഷ്ടപ്പെടുകയുമാണ്. ഏതായാലും മുൻപ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ടായ ബന്ധത്തേക്കാൾ ദൃഢമായ ഒരു ബന്ധമായി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടമോ അനുഭാവമോ പ്രകടിപ്പിച്ചാൽ അത് തീർച്ചയായും നടപ്പിലാക്കുകയും അതിൽ നിന്ന് ആ വ്യക്തിയായി ഒരിക്കലും പിന്മാറുകയുമില്ല. അത്രത്തോളം കൃത്യത ആർന്ന ഒരു ജീവിത ഗതിയാണ് ആ വ്യക്തിക്കുള്ളത്. എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞ് കൂടുതൽ ശത്രുക്കളെ സമ്പാദിക്കും എന്ന ഒരു ന്യൂനത ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയിൽ തുടക്കം മുതലുണ്ട്. എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിക്കുന്നതോടെ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങളുണ്ടാകും. സാമ്പത്തികം എന്നുള്ള വാക്ക് തന്നെ തുടങ്ങുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ വാക്കിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ സാമ്പത്തികമായ മുന്നേറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാക്കാൻ ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്ടത്തിൽ സാധിക്കും. അത് ആ വ്യക്തിക്കും കൂടി കുറച്ച് ബോധ്യപ്പെടുന്നൊരവസരം ഉണ്ടാകും. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിൽ അത് സജീവമായ ഒരു പ്രണയമാണ്, ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പ്രണയമാണ്. ഒരിക്കൽ പോലും അതിനെ ശത്രുക്കൾക്ക് വന്ന് നശിപ്പിച്ച് നിങ്ങളെയും ആ വ്യക്തിയെയും 2 വഴിക്കാക്കാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങളും ആ വ്യക്തിയും സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അതിൽ വെള്ളം ചേർക്കുന്നതിലോ അതിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിനോ ആർക്കും സാധിക്കില്ല. കൃത്യമായ ധാരണയോടുകൂടി കൃത്യമായ മാനസിക ഐക്യത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനും സാധിക്കും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ആ വ്യക്തിയുടേത്. തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രണയത്തെ തകർത്തെറിഞ്ഞ് നിങ്ങളെയും ആ വ്യക്തിയെയും 2ആക്കി തീർക്കാനും 2ആക്കി മാറ്റുവാനും ചിലർ അശ്ലീല ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവരുടെ ശ്രമങ്ങൾ ഉടൻ തന്നെ 8 നിലയിൽ പൊട്ടി പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരുടെ ശ്രമങ്ങളൊന്നും ഒരിക്കലും വിജയിക്കാനും പോകുന്നില്ല. അവരുടെ ശ്രമങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും ഒരുമിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കുന്നൊരു കാഴ്ച ഉണ്ടാകും. മാത്രമല്ല ആ വ്യക്തിയുമായിട്ടുള്ള പ്രണയത്തിൽ നിങ്ങളൊരു വലിയ വിജയം കൈവരിക്കുകയും ചെയ്യും. വളരെ താഴ്ന്ന സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന് ജീവിത അവസാനം വരെ ഉയർച്ചയിൽ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം നിങ്ങൾ 2 പേരും ഒരുമിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും ഒരുമിച്ച് നിന്ന് തരണം ചെയ്യാനും പ്രതിരോധിക്കാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതും വ്യക്തമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ മഹനീയമായ പ്രണയം, ഈ അടുപ്പം, അത് തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ലാതെ കഴിയില്ല. നിങ്ങൾക്ക് പകരമായി ഒരാളെ വെക്കുവാനോ പകരമായി ആരെയും കാണാനോ പോലും ആ വ്യക്തിക്ക് സാധിക്കില്ല. വളരെ വിലയുള്ള വാക്കും പ്രവൃത്തിയും പറയുന്നൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആ പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ശക്തികളുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ പൂർണ്ണമായും അക്കാര്യത്തിൽ സഹായിക്കുകയും ചെയ്യും. അതായിട്ട് ഗ എന്ന മലയാള അക്ഷരം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി വളരെ
ഉയർന്ന ജീവിത സാഹചര്യത്തിൽ ജീവിച്ചു വന്നൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും അഭിവൃദ്ധിയും സാമ്പത്തികമായ മൂല്യങ്ങളും ആ വ്യക്തിക്ക് മുൻപാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ധനവും മൂല്യങ്ങളും ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കൈമറഞ്ഞു പോയ ഒരു സാഹചര്യം ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാവും. അല്ലെങ്കിൽ ആ വ്യക്തിയെ സാമ്പത്തികമായും സാമൂഹികമായും അധികാരപരമായിട്ടും ചിലർ വഞ്ചിക്കുകയും ആ വ്യക്തിയുടെ തന്നെ ചില കുഴപ്പങ്ങൾ കൊണ്ടും അത് പിന്നോക്കം പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഉള്ള അവസ്ഥയിൽ നിന്ന് ആ വ്യക്തി ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മറ്റുള്ളവരെ അകാരണമായി ശുദ്ധഗതിയിൽ വിശ്വസിക്കുകയും ആ വിശ്വസിച്ചത് പ്രകാരം പ്രവർത്തിച്ചത് മൂലം ചില തരത്തിലുള്ള നഷ്ടങ്ങളും ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ആ വ്യക്തിയുടെ ജീവിതം കടന്നു പോകുന്നത്. ഏതായാലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കിത്തരാനും ആ വ്യക്തി പ്രതിജ്ഞാബദ്ധമാണ്. ആ വ്യക്തിക്ക് നിങ്ങളുടെ ഒപ്പമുള്ള ജീവിതം ഇഷ്ടമാണ്. നിങ്ങളോടൊപ്പമുള്ള യാത്രകളും നിങ്ങളോടൊപ്പമുള്ള സമയം ചിലവഴിക്കലും എല്ലാം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. ഇവിടെ ആ വ്യക്തിയുടെ സാമ്പത്തികവും മറ്റ് തരത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെടലുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇഴ ചില വിഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വളരെ നോർമലായി കടന്നു പോവുക ഒരു ജീവിത സാഹചര്യം വളരെ പെട്ടെന്ന് മാറി നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും മറ്റ് ചില ദുഃഖങ്ങൾ സമ്മാനിക്കപ്പെടുകയും ചെയ്തു. മനസ്സ് തുറന്ന് സ്നേഹിക്കാനും മനസ്സ് തുറന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ഉള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട്. എല്ലാ തിരക്കുകളും എല്ലാ പ്രതിസന്ധികളും കഴിഞ്ഞിട്ട് പരസ്പരം ഒന്ന് സ്നേഹിക്കാനോ പരസ്പരം ഒന്ന് ഇഷ്ടപ്പെടാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ അകപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. മനസ്സിലെപ്പോഴും ടെൻഷനും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നു, നിരാശ ഉണ്ടാകുന്നു. ഓരോ കാര്യവും ചെയ്യുന്നതിന് വേണ്ടി നീക്കിവെച്ച പണം അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി മുഴുവൻ നശിച്ചു പോവുകയും ആവശ്യമായി വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോലും പണമില്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും സൂക്ഷിപ്പ് കുറവ്, യഥാസമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഇല്ലാത്ത സ്വഭാവം, ഇതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങളിൽ നിന്ന് പണം സ്വന്തമാക്കുന്നതിനും നിങ്ങളെ എല്ലാ തരത്തിലും നശിപ്പിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ചില ആളുകളും അതിന് കാരണമായിട്ടുണ്ട്. മനുഷ്യരോട് ആത്മാർത്ഥതയും സ്നേഹവും പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. എപ്പോഴും മറ്റുള്ളവർക്ക് അവസരങ്ങൾ നൽകുകയും മറ്റുള്ളവരെ കൂടി തൻ്റെ വിജയത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാനും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അധികാരങ്ങളും ധനവും ഒക്കെ പങ്കുവെക്കുവാനും മടിയില്ലാത്ത ഒരാളുമാണ്. അതുപോലെ തന്നെ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹവും പങ്കുവെക്കാൻ യാതൊരു മടിയുമില്ലാതെ പോകുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് പ്രണയസംബന്ധിയായിട്ട് യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും മനോവിഷമങ്ങളൊന്നും ഉണ്ടാകില്ല. ആ വ്യക്തി നിങ്ങളെ കൃത്യമായി നോക്കും. വളരെ കൂൾ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ജീവിതം അധികം മുന്നേറ്റം ഉണ്ടായില്ലെങ്കിലും അധികം തകർച്ചയിലേക്ക് പോകാതെ ഇനിയുള്ള കാലം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കാര്യത്തിൽ പരിപൂർണമായി നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വിജയമുണ്ടാകുകയും ആ വിജയം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്ക് സർവേശ്വരൻ നൽകും. ഈശ്വരചിന്തയിലും ആത്മീയ ചിന്തയിൽ കൂടി കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. പ്രണയസംബന്ധിയായ കാര്യത്തിൽ ആ വ്യക്തിയോടുള്ള പ്രണയസംബന്ധിയായ കാര്യത്തിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് ജ എന്ന അക്ഷരം തിരഞ്ഞെടുത്ത വ്യക്തിയുടെ പ്രണയ ജീവിതവും ആ വ്യക്തിയുമായിട്ടുള്ള പ്രണയ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തി എപ്പോഴും മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുകയും പ്രകൃതിക്കിണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ വ്യക്തി ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും സൗമ്യമതയാർന്ന പെരുമാറ്റമാണ് എപ്പോഴും ഉള്ളത്. ലോകത്തോട് മുഴുവനും പ്രകൃതിയോട് മുഴുവനും എപ്പോഴും സൗമ്യഭാവത്തോടെ ജീവിക്കുകയും എല്ലാവരിൽ നിന്നും നന്മ കാണുകയും ചെയ്യുന്നു. ആരെയും ഉപദ്രവിക്കാനോ ആർക്കെങ്കിലും വല്ല ഉപദ്രവം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ്
ജീവിതത്തിൽ ജന്മം നൽകിയ മാതാവിനോടും ജനിച്ച വീടിനോടും ജനിച്ച കുലത്തോടും ജനിച്ച കുടുംബത്തോടും അഗാധമായ സ്നേഹവും താല്പര്യവും അനുകമ്പയും ആഭിമുഖ്യവും കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിൽ ആ വ്യക്തിയുടെ ജന്മന ആ വ്യക്തിക്കുള്ള ചില ആളുകളുമായി കൂടുതൽ അടുപ്പം കാണിക്കും. അവരെ ഒട്ടും ദുഃഖിപ്പിക്കാനോ അവരെ ഒട്ടും വിഷമിപ്പിക്കാനോ നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അത് നിങ്ങളെ പലപ്പോഴും ദുഃഖത്തിലാഴ്ത്താറുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് പോലും നിങ്ങൾ സംശയിച്ച് സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും നിങ്ങളോട് സ്നേഹക്കുറവില്ല. അത്തരം ഒരു സ്നേഹക്കുറവൊന്നും നിങ്ങളോട് ഒരിക്കലും കാണിക്കുന്നുമില്ല. പക്ഷേ ആ വ്യക്തി കാണിക്കുന്നത് ആ വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആ വ്യക്തിയുടെ മാതാപിതാക്കൾ, ആ വ്യക്തിയുടെ കുടുംബം അതിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അവരെ വിഷമിപ്പിക്കുവാനോ അവരെ ദുഃഖിപ്പിക്കാനോ ഈ വ്യക്തി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുന്നതിലെ കഴമ്പോ നിങ്ങൾ പറയുന്നതിലെ സത്യാവസ്ഥയോ മനസ്സിലാക്കാതെ കണ്ണുകൾ അടച്ച് അവർക്ക് വേണ്ടി അവരെ പിന്താങ്ങി സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ടി കൂടുതൽ ആഭിമുഖ്യമുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഏതായാലും ജീവിതത്തിൽ വളരെ സങ്കീർണമായ അവസ്ഥകളിൽ നിന്നും മാറി ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ജീവിക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ ഇവർ നേടിയ വിജയങ്ങളും കാരണവന്മാരിൽ നിന്ന് വരുന്ന ഐശ്വര്യവും നിങ്ങൾക്ക് കൂടി ഭാവിയിൽ ജീവിത വിജയം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതായി മാറുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പിണക്കങ്ങളൊക്കെ മാറും. നിങ്ങളെയും ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു പിടി കൂടുതൽ അവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അത് പലപ്പോഴും നിങ്ങളെ ദുഃഖിപ്പിക്കുകയും നിങ്ങൾക്ക് മനോവിഷമമുണ്ടാക്കുകയൊക്കെ ചെയ്യും. അതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഭാവിയിൽ നിങ്ങളെ ഏറ്റവും നന്നായി പരിപാലിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ആ വ്യക്തി ശ്രമിക്കും. ഇപ്പോൾ പരിപാലനവും സ്നേഹവും കുറവാണെന്നല്ല, മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് പോകുന്നുണ്ട്. അത് നിങ്ങളെ ചിലപ്പോൾ ദുഃഖിപ്പിച്ചേക്കാം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധിയുമുള്ളൊരു ജീവിതമാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ജീവിതത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആ ജീവിതത്തിലേക്ക് ഇഴകിച്ചേരാനും ശ്രമിക്കുക. സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളെ അനുഗ്രഹിച്ചാൽ ഈ ഇരിപ്പിൽ തന്നെ നിങ്ങൾ വലിയൊരു വിജയം നേടും. പിന്നെ നിങ്ങളുടെ പ്രണയ ജീവിതം വളരെ സങ്കീർണമായിരുന്നു, എളുപ്പമായിരുന്നില്ല. ഇപ്പോഴും ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. എപ്പോഴും പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കാതെ നുണ പറഞ്ഞ ആളുകളെ വിശ്വസിച്ചെന്നുള്ള പരാതി നിങ്ങൾക്കുണ്ട്. അത് ശരിയുമാണ്. പക്ഷേ ഈശ്വരൻ നിങ്ങൾക്ക് വളരെ വലിയ ഒരു വിജയം സമ്മാനിക്കും. ഭാവി ജീവിതം നിങ്ങൾക്ക് ഏറ്റവും ശോഭനമായിരിക്കും. നിറയെ വിജയങ്ങളും സമാധാനവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. എപ്പോഴും മനസ്സമാധാനം ലഭിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങളെപ്പോഴും നാട്ടിൻ പുറത്തേക്കും പ്രകൃതിയോടും കൂടി ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.